ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗീതു മാർഗഴിയെടുത്ത് പറയുന്നുണ്ട്, നിനക്ക് നമ്മുടെ അമ്മയെ കണ്ട ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോകാൻ തോന്നില്ല മാർഗഴി, അത്രയ്ക്ക് പാവാണ് നമ്മുടെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീടാണെങ്കിലോ ഗോവിന്ദ് മാർഗഴിയെടുത്ത് പറയുന്നുണ്ട്, നമുക്കിതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ആ സത്യദാസിനെയും അനാർക്കലിയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ആദ്യം അമ്മയെ കണ്ടിട്ട് ഈ സെൻറ്റിമെൻറ്റ് സീൻസ് ഒന്ന് അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് മതി നമുക്ക് ആക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ മാർഗഴി അമ്മയെ കാണാൻ പോകുന്നുണ്ട്. അമ്മയെ കണ്ടതും അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, അമ്മയെ എന്നൊക്കെ പറഞ്ഞിട്ട്. വിലാസിനിയാണെങ്കിലും അവളെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഗീതു കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വിലാസിനി ഞെട്ടുന്നുണ്ട്, ആരെയാണ് അവളെ കെട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഞെട്ടുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അവൾ ഗീതുവിനെയും മാർഗഴിയും മാറി മാറി നോക്കുന്നുണ്ട്, ഇതാരാ ഗീതുവിനെ പോലെ തന്നെ ഒരു കുട്ടി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഗീതു അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് അമ്മയെ മാർഗഴി, നമ്മളൊക്കെ വിചാരിച്ചില്ലേ ജനിച്ചപ്പോൾ തന്നെ നമ്മളെ വിട്ടുപോയി എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന നമ്മുടെ സഹോദരിയാണ് അമ്മേ, എൻ്റെ സഹോദരി, എൻ്റെ കൂടപ്പിറപ്പാണ് അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. വിലാസിനിയാണെങ്കിലും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഇതൊക്കെ. പിന്നീടാണെങ്കിലോ ഗോവിന്ദും ഗീതുവും എല്ലാ സത്യങ്ങളും വിലാസിനിയോട് പറയുന്നുണ്ട്, ഭദ്രനാണ് ഇത് കുട്ടീനെ മാറ്റിക്കടത്തിയേ എന്നൊക്കെ പറയുന്നുണ്ട്. വിലാസിനിക്കാണെങ്കിലോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവൾ പിന്നെയും മാർഗഴി നോക്കുന്നുണ്ട്. മാർഗഴിയാണെങ്കിലോ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം, നമ്മുടെ മാർഗഴി ഗീതുവിനെയും അമ്മേനൊക്കെ വിട്ടിട്ട് പോവുമോ, പവിഴത്തിൻ്റെ അടുത്തേക്ക് പോവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.